ആലുവ ആലുവ അൻവർ സാദത്ത് തന്നെ പിടിക്കാൻ പറ്റുള്ളൂ. അൻവർ സാദത്ത് MLA അല്ലേ, പുള്ളി തന്നെ പിടിക്കുള്ളൂ. തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താ പറയുള്ളത്? ആര് പിടിക്കുന്നത്? ആര് പിടിച്ചാൽ എന്താണ് അതൊന്നും പറയേണ്ട കാര്യം. ആര് പിടിക്കും, എല്ലാവരും കണക്കല്ലേ. ഈ 10 വർഷത്തെ പിണറായി ഭരണം എങ്ങനെയുണ്ടായിരുന്നു? അത് ആൾക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഓരോ സോപ്പ് പണികൾ ചെയ്തേക്കണത്. സോപ്പിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണില്ല, വീഴുന്ന ആൾക്കാർക്ക് എന്താ പറയാൻ പാടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇടിച്ചു അടിയില്ല. ആരുടെ കുഴപ്പം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, അതെ, കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിച്ചു ആരും. ആലുവയില് ഇപ്പോ കോൺഗ്രസിന്റെ അൻവർ സാദത്തിനാണ് ചാൻസ്. ഇത്തവണ ജയിക്കും എന്നുള്ളതാണ് ഉറപ്പായിട്ട് തോന്നുന്നു. അത് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ആലുവ ഹൈവേ റോഡ് നല്ല ബ്ലോക്കിലാണ്. ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. അതിന് മുൻകൂട്ടി കണ്ട് പുള്ളി നല്ലൊരു വികസനത്തിൽ ഇപ്പം അടുത്ത തവണ ജയിക്കുകയാണെങ്കിൽ പുള്ളി മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് മുൻകൂട്ടി കണ്ട് ഹൈവേ ശരിക്കും പറൂർക്കാല ജംഗ്ഷനിൽ കൊണ്ട് ചാടിക്കണം. അങ്ങനെ ഒരു വികസനം കൊണ്ടുവരണം. അപ്പോഴാണ് ഈ ഹൈവേയിൽ മാറ്റം വരുള്ളൂ എല്ലാ ഭാഗത്തിലും. അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കണം. പുള്ളി ജയിച്ചാൽ അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കണം. 10 വർഷമുള്ള പിണറായി സർക്കാരിന്റെ ഭരണത്തെ പറ്റി എന്താ 10 വർഷമുള്ള പിണറായി സർക്കാരിന്റെ ഭരണത്തെ പറ്റി എന്താ പറയുള്ളത്? പുള്ളിയുടെ പ്രവർത്തനം ഞാൻ നല്ലതായിട്ട് തന്നെ പറയുള്ളൂ. ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എല്ലാം തീർത്ത് പറയാൻ പറ്റൂല. കുറേശ്ശെ എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയും വേണ്ടി പറയേണ്ടി വരും. എന്നാൽ സാധാരണക്കാർക്ക് ഗുണപ്പെട്ടിട്ടുണ്ട്. ഭരണം ഇനി തുടങ്ങി നോക്കണമെങ്കിൽ ഇപ്പോൾ ഭരണത്തിൽ സാമ്പത്തികം ഇല്ലല്ലോ. സാമ്പത്തികം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു വിലക്കയറ്റം ഉണ്ടാവും. എല്ലാത്തിനും സാധനങ്ങൾക്ക് വില കൂടും. അത് ഉറപ്പായ കേസാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ് വന്നാലും ഭരിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം വേണം. അപ്പോൾ ഇവർ വന്നതിന് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടി വന്നാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ തുടങ്ങി വെച്ചാൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോൺഗ്രസ് വന്നിട്ട് കാര്യമില്ലാന്ന് ഞാൻ വിചാരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ പിണറായി സർക്കാർ തന്നെ വന്നു. അതൊക്കെ ഇവിടെ ജയിക്കുകയാണെങ്കിൽ അൻവർ സാദത്താണ്. മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം കോൺഗ്രസിന് മുൻതൂക്കമുള്ള സ്ഥലമാണ്. കാരണം ഇവർ സിറ്റിംഗ് സീറ്റായിട്ട് മാറ്റിയേക്കാണ്. കാരണം 50 വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കോൺഗ്രസ് നിലവിൽ ഇവിടെ ഉള്ളത്. ഒരു പ്രാവശ്യമാണ് മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചിട്ടുള്ളൂ. ആരോഗ്യമേഖലയൊന്നും കുഴപ്പമൊന്നുമില്ല. അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതിപ്പോൾ നമ്മളിവിടെ ജില്ലാ ആശുപത്രി ഉള്ളതുകൊണ്ട് എല്ലാവരും അത് വേണ്ട രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് പറയാനുള്ളത് ഹൈവേ റോഡാണ്. ഹൈവേയുടെ കാര്യത്തിൽ മുൻകൂട്ടി കണ്ട് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ആരും കണ്ടില്ല, അങ്ങനെ ശക്തമായിട്ടുള്ള പ്രവർത്തനമൊന്നും കണ്ടില്ല. ഇന്നലെ BJPയുടെ ഒരു ഇതുണ്ടായിരുന്നു. എന്താണ് ഒരു എന്താ തന്നെ പറയണേ, ആഘോഷം. ആലുവ വർഷങ്ങളായിട്ട് UDFന്റെ ആണല്ലോ. UDFന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് പറയാൻ പറ്റില്ല, ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ. ജനങ്ങളുടെ ഞാൻ BJP ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. BJP വന്നാലാണ് കേരളത്തിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് പോകുന്നു. തൽക്കാലം ആവേശമുണ്ട്. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം അത് വളരെ ആവശ്യമായിട്ട് എല്ലാവരും കരുതുന്നുള്ളത് എനിക്ക് തോന്നുന്നു. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഒരാളുടെ വൈരാഗ്യം, ഒരു പാർട്ടിക്കാരുടെ വൈരാഗ്യമില്ല, ദേഷ്യമില്ല. എല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. പക്ഷെ ഒരു മാറ്റം അതെ ആവശ്യമുള്ളൂ. അതാണ് ആഗ്രഹം. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ആരും ഒരു മാറ്റം വേണം. ആരും വന്നാലും നമുക്ക് കുഴപ്പമില്ല. അതേ ഉള്ളൂ. പിന്നെ പാർട്ടി വേണമെന്ന് ഞാൻ കുഴപ്പം പറയില്ല. മാറ്റമാണോ? ആലുവ അൻവർ സാദത്ത് തന്നെ പിടിക്കാൻ പറ്റുള്ളൂ. അൻവർ സാദത്ത് MLA അല്ലേ, പുള്ളി തന്നെ പിടിക്കുള്ളൂ. ഉറപ്പാണ്. വേറെ പറയാനൊന്നുമില്ല.
നല്ല ഭരണം ഏതോ നല്ല ഭരണം കുഴപ്പമില്ല, കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല, നല്ല കുഴപ്പമില്ല. ഈ 10 വർഷത്തെ പിണറായി ഭരണം എങ്ങനെയുണ്ടായിരുന്നു? അത് ആൾക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഓരോ സോപ്പ് പണികൾ ചെയ്തേക്കണത്. സോപ്പിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അവസാന സമയമായപ്പോഴത്തേനും പിന്നെ ഒരു 400 കൂടി കൂട്ടിയിട്ടുണ്ട്. 400 രൂപ കൂട്ടി, 400 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2000 രൂപ ആക്കിയിട്ടുണ്ട്. ഈ 3 മാസത്തെ ഈ മാർച്ചിലെ ഏപ്രിലിലെ മേലെ ഓണം അല്ല വിഷുവിനുണ്ടില്ല. ഇപ്പൊ ഇന്നലത്തെ ഞാൻ മൊബൈലിൽ കണ്ടതാണ്. 3 മാസത്തെ 6000 രൂപ കൊടുക്കണമെന്ന് ഇന്നലെ മൊബൈലിൽ കണ്ടതാണ് ഞാൻ. അപ്പോൾ ഈ ഇല്ലാത്ത സംഗതികളൊക്കെ പറഞ്ഞെടുക്കുക. ശരി, മോദി ഇതേപ്പോൾ 2000 രൂപ വെച്ച് 4 മാസത്തിൽ 2000 രൂപ 6000 രൂപ മാസം കൊടുക്കുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ നിലനിൽപ്പിന് വേണ്ടി ഇനിയും നിൽക്കാൻ വേണ്ടിയുള്ള പദ്ധതിയിലാണ് മൂപ്പരുടെ ഓരോ സ്ഥലത്ത് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നത്. അതായത് ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഇതുപോലത്തെ കാര്യങ്ങളുള്ളൂ. അല്ലാണ്ട് ഇലക്ഷൻ അടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു തവണ ഈ ഇലക്ഷൻ അടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഈ 3 മാസത്തെ പെൻഷൻ കാശ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഇതിക്ക് മുമ്പ്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള സമയം അടുക്കുമ്പോൾ ഇവർ കുറേശ്ശെ തന്ന് അതാണ് തീർത്തിട്ട് അവസാനം ഇലക്ഷൻ വരുമ്പോൾ പറയും 3 മാസത്തെ കാശ് 6000 രൂപ ഒറ്റയടിക്ക് നമ്മുടെ കയ്യിലേക്ക് കാശ് വരുമ്പോ എന്ന് പറയും. പക്ഷെ അത് ഉണ്ടാവില്ല. അത് വെറുതെ ഇവരുടെ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇപ്പൊ അടുത്ത മാസം 13-ാം തീയതി വോട്ടാണല്ല. മൂപ്പില ഇവിടുത്തെ ഞങ്ങൾ ആലുവക്കാരനാണ്. ഇയാളെ ആലുവയിൽ എങ്ങനെയുണ്ട് അൻവർ സാദത്തിന്റെ ഒരു അതല്ലേ ഞാൻ പറയാം. 3 തവണ ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ 4ാമത്തെ തവണ ഇപ്പൊ മൂപ്പില നിൽക്കണില്ല നേരെ ഒരു കണ്ടീഷനിലൊക്കെ ഉണ്ടായിട്ട് നാട്ടുകാര് വീണ്ടും മൂപ്പിലെ ഉയർത്തി പിടിച്ചിരുത്തിയാണ്. 6 വർഷം എങ്ങനെ എടുത്തതാ? 6 വർഷം എങ്ങനെ കിടന്നതാ? ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് ഇയാളുടെ വാക്ക് ചോദിക്കട്ടെ. ഇയാൾ ഇവിടെ തരുന്നല്ല. ഇയാളുടെ ഈ കച്ചവടം ചിലപ്പോ ഇയാളുടെ ചിലപ്പോ ഈ കച്ചവടത്തിനാ. അല്ല, ഞാനിവിടെ ഇപ്പൊ എന്റെ അറിവില് ഞാനിപ്പോ ഈ നാട്ടുകാരനൊന്നല്ല. അല്ല, എനിക്കറിയാലോ. ഈ സ്റ്റാൻഡ് എന്റെ ഓർമ്മയില് എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ ആ പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് ഏത് സമയത്താ വീഴെന്ന് പറയാൻ കഴിയില്ല. ശരിയാണോ? വീണില്ല. അല്ല, വീഴുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞോ അടിയില്ല. ആരുടെ കുഴപ്പം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് ആരും ഇല്ലാന്നും പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. വന്നാണ് മന്ത്രി. പിന്നെ പറയുന്നേക്ക് ഇവിടെ ഒരു പാലം, എവിടെ? പാലാരിവട്ട പാലാരിവട്ട് പാലം. അത് മറ്റേ എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്നറിയാം? നൂൽക്കമ്പി കൊണ്ട്. നിങ്ങളെ ഭരണത്തിലാണ് ഇബ്രാഹിം കുട്ടി. നിങ്ങളെ ഭരണത്തിലാണ് ഇബ്രാഹിം കുട്ടി. ഇബ്രാഹിം കുട്ടി അല്ലേ? ഇബ്രാഹിം കുഞ്ഞ്. ഇബ്രാഹിമിന്റെ ഭരണത്തില് ആ ഒരു പാലം വീണു. പക്ഷെ ഈ ഭരണത്തില് നമ്മുടെ ദേശീയ മൊത്തം പാലങ്ങളും വീണോണ്ടിരിക്കുക. റോഡുകൾ കുറെ വീണില്ലേ? അങ്ങനെ ഒരു പാലം വീട്ടില്ല. റോഡുകൾ മൊത്തം വീണോണ്ടിരിക്കുകയല്ലേ? ഇവിടെ തന്നെ വേറെ തൽക്കാലം 4 പാലം കീപ്പോട്ട് പോയി ഇരുന്നിട്ട് പോയില്ല. അത് എന്താ സ്ഥലത്തിന്റെ പേര്? ഇയാള് അതും പറയും, അതിനപ്പുറം പറയും. 4 പാലം പണ്ട് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാറായപ്പോഴാണ് 4 കാല് കീപ്പോട്ട് പോയത്. ഇല്ലേ? ഇത് ശരിയല്ലേ? അതിപ്പോ രണ്ടാമത് 4 കാലിന് 8 കാലാക്കി ഇതാക്കി പൊക്കിയിട്ട് സർവീസ് തുടങ്ങിയേക്കാണ്. അപ്പൊ അത് പിണറായി സർക്കാരിന്റെ കാലത്തല്ലാണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഇന്ദിരാഗാന്ധിന്റെ സമയത്താണ് ഈ പാലം പണിതത്. ഇബ്രാഹിം കുഞ്ഞ് പഠിപ്പിച്ചത്. ഇബ്രാഹിം കുഞ്ഞ് പറയലേ ഉള്ളൂ. ഈ തെളിയിക്കേണ്ടത് ആരാണ്? തെളിയിക്കേണ്ടത് നമ്മുടെ പ്രതിപക്ഷമല്ലല്ലോ തെളിയിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ആരാ ഭരിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് ആരാ ഭരിക്കുന്നത്? അപ്പൊ അദ്ദേഹമല്ലേ തെളിയിക്കേണ്ടത്? പ്രതിപക്ഷം പറയുന്ന ആൾക്കാർ, പരാതി പറയുന്നവര്, അവരാണ് ഈ കേസ് കുത്തിപ്പൊന്തിച്ച് തെളിയിക്കേണ്ടത്. മന്ത്രിമാരെ അഴിമതി ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്വേഷിക്കുന്നത് അവരല്ലല്ലോ. ആഭ്യന്തരം അവരുടെ കയ്യിലല്ലല്ലോ. അത് ഒരു കാര്യം മാത്രമായിരിക്കണം. അവര് ആ ഒരു കാര്യം സാധാരണ നമ്മള് ഭക്ഷണം കഴിക്കണുണ്ട്. ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചോണ്ട് അരിയത്തിന് തീറ്റ കഴിഞ്ഞോണ്ട് നമ്മള് ബാക്കി അവിടെ തട്ടിക്കളഞ്ഞോണ്ട് അടിച്ച് പോവാടാ. നമുക്ക് മതിയായി കഴിയുന്നവരെ ആ സാധനം എടുത്ത് തിന്നാണ്. അപ്പോൾ അത് ആ ഭക്ഷണം കഴിക്കുന്ന മാതിരിയെല്ലാം മന്ത്രിസഭയിലും അതിലൊക്കെ ഇവർ യോഗം ചേർന്നത്. ഒരു ആളും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വേറെ 100 ആളുണ്ടാവും ഇതിന് അപേക്ഷ കൊടുത്ത് ഇതിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ 100 അപേക്ഷ ഇതിൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇവിടെ കാര്യം ഈ പ്രാവശ്യം ആരിഫ് വോട്ടുപിടി ഷൺമസാദ് ജയിച്ചത്. ആലുവയിൽ സംബന്ധിച്ചാണ് കോൺഗ്രസിന്റെ ഒരു കുത്തകയാണ്. ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും അവരെ ഗ്രൂപ്പ് അടിച്ച അടിസ്ഥാനത്തിലാണെങ്കിലും ഈ പ്രാവശ്യം ഇവിടെ അൻവർ ജയിച്ചത്. പക്ഷെ ഭൂരിപക്ഷം കുറവായി. വേറെ ഒന്നുമല്ല, ഈ പ്രാവശ്യം ഏലും ഭരണം ഒരു ഇതായിരിക്കുള്ളൂ.
ഇവിടെ ആര് ജയിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ ആര് ഭരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ആലുവ അൻവർ സാദത്ത് തന്നെ ആലുവയിൽ വേറൊന്നുമല്ല. ആലുവയിൽ ഞാൻ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ആലുവ അൻവർ സാദത്ത്